Today we are going to discuss the topic importance of organometallic compounds as catalyst. Okay, so we will discuss the chapter organometallic reactions and catalyst in the chapter. That chapter the first part almost completed. The first part we mainly discuss the organometallic reactions, various types of organometallic reactions, oxidative addition, reductive elimination, insertion reaction. Insertion and different insertion, CO insertion, alkyl insertion, coordinated nucleophilic and electrophilic attack of coordinated ligand. That's a topic we first part. This part in the application of the reactions in the application in second part. Second part the organometallic compounds act as a catalyst. Number of industrial reactions. Industrial important reactions ഈ organometallic compounds catalyst ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഇത്തരം catalytic reaction ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ബൾക്ക് പ്രിപ്പറേഷൻ, ബൾക്ക് ക്വാണ്ടിറ്റി വേണ്ട ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലാണ് കാര്യമായിട്ട് ഈ organometallic compound catalyst ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ന് മുതലാണ് ഈ catalytic റോള് കണ്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1950 അടുത്താണ് ഈ ഒരു organometallic compounds ഇത്തരം catalytic ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അതിൻ്റെ ബേസിസിലാണ് ഈ organometallic compounds വ്യാപകമായിട്ട് ഇങ്ങനെ ഈ ഒരുപാട് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഒരുപാട് റിയാക്ഷൻ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ, ഐസോമറൈസേഷൻ റിയാക്ഷൻ, അതുപോലെ തന്നെ പോളിമറൈസേഷൻ റിയാക്ഷൻസ്, അതിപ്പോൾ ഓക്സിഡേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് റിയാക്ഷൻസിലൊക്കെ ഈ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ ഈ organometallic compound ആക്ട് ചെയ്യാറുണ്ട്. അപ്പം അണ്ടിൽ ദ 1950s organometallic chemistry was an unexplored area of chemistry. The tremendous interest in this field originated predominantly from the two discoveries. രണ്ട് ഡിസ്കവറി 1950 ശേഷമാണ് പ്രധാനമായി നടന്ന രണ്ട് ഡിസ്കവറി. ഇപ്പോൾ ഏതൊക്കെയാണ് ആ രണ്ട് അപ്ലിക്കേഷൻ റിയാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിന്തസിസ് ഓഫ് ഫെറോസിൻ 1952, അതുപോലെ തന്നെ ലോ പ്രഷർ കാറ്റലിറ്റിക് പോളിമറൈസേഷൻ ഓഫ് എഥിലീൻ ഡിസ്കവറി ബൈ സീഗ്ലർ ആൻഡ് കാറ്റലിസ്റ്റ് 1952. ഈ രണ്ട് ഡിസ്കവറിയോട് കൂടിയാണ് ഇത് എത്രത്തോളം വ്യാപകമായത്. ഓക്കെ, ഇപ്പോൾ ഇനി കാറ്റലിറ്റിക് ഫംഗ്ഷൻ പറയുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് എന്തുകൊണ്ടാണ് ഈ organometallic കോമ്പൗണ്ട് ഇത്രത്തോളം കാറ്റലിറ്റിക് ഫംഗ്ഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്സിഡേറ്റീവ് അഡീഷൻ, റിഡക്റ്റീവ് എലിമിനേഷൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മെറ്റലിന് organometallic കോമ്പൗണ്ട്സിൽ വരുന്ന മെറ്റലിനുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, ഈ ഒരു പ്രോപ്പർട്ടീസ് കൊണ്ടാണ് ഈ മെറ്റൽ ഇത്രത്തോളം കാറ്റലിറ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ കണ്ടീഷൻ നോക്കുന്നത്? Conditions to be satisfied by a metal to act as a catalyst. അപ്പോൾ ഏതൊക്കെയാണ് ആ കണ്ടീഷൻ നോക്കാം. കണ്ടീഷൻസ്, അപ്പോൾ ഒരു മെറ്റൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇത്രയും കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ അത്തരം മെറ്റൽസ് നമ്മൾ ഈ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊക്കെ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്പർ വൺ എന്താ പറയുന്നത്? അറ്റ്ലീസ്റ്റ് two moderately stable oxidation state for the metal separated by 2 units should exist. Example, RH plus and RH3+. എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മെറ്റൽ, organometallic കോമ്പൗണ്ട്സിലെ മെറ്റൽ നിർബന്ധമായിട്ട് രണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേണം. ഒന്ന് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഒന്ന് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റും. ഇവിടെ പറയുന്നത് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫോർ ദ മെറ്റൽ സെപ്പറേറ്റഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ RH പ്ലസ് ആൻഡ് RH3+, RH+1 ആൻഡ് RH3+. അപ്പോൾ രണ്ട് സെപ്പറേറ്റഡ് ബൈ 2 യൂണിറ്റ്, രണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേണം. അതെ, ഇപ്പോൾ RH വരുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടീഷൻ നമ്പർ 1 എന്താണ്? അറ്റ്ലീസ്റ്റ് 2 മോഡറേറ്റീവ്ലി സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫോർ ദ മെറ്റൽ സെപ്പറേറ്റഡ് ബൈ 2 യൂണിറ്റ്സ് എക്സിസ്റ്റ്. ഈ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ it should be capable of forming complexes with a range of coordination number and forming moderately stable coordinatively unsaturated species. എന്താ പറയുന്നത്? it should be capable of forming complexes with a range of coordination numbers and of forming moderately stable coordination unsaturated species. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറഞ്ഞ പോലെ തന്നെ ഈ കോർഡിനേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള കോർഡിനേഷൻ നമ്പറും കൂടി വേണമെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ, കോർഡിനേഷൻ നമ്പർ 3, 4, 5 and 6 ഫോർ റോഡിയം ഇൻ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള
coordination numbers വേണം, lower numbers വേണം, higher numbers വേണം. For example, oxidative addition നടത്തണമെങ്കിൽ നമുക്ക് പറയാറുണ്ട് ഈ 4 നിന്ന് 6ലേക്ക് coordination number coordination converted from 4 to 6. അപ്പോൾ 4നും സ്റ്റേബിൾ ആണ്, 6നും സ്റ്റേബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 3, 4, 5, 6 ഇത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള കോർഡിനേഷൻ നമ്പേഴ്സും കൂടി വേണം. എക്സാമ്പിൾ ആണ് വിൽക്കിൻസൺ കാറ്റലിസ്റ്റിൽ നമ്മൾ 3, 4, 5, 6 വരെ കോർഡിനേഷൻ നമ്പർ വരാറുണ്ട്. അപ്പോൾ അത് കണ്ടീഷൻ നമ്പർ 2 എന്താണ് കോർഡിനേഷൻ നമ്പർ. Coordination number. Condition number 1, oxidation state. Coordination number 3, 4, 5, 6. Now condition number 3. മൂന്നാമത്തെ condition. എന്താണ് പറയുന്നത്? It must have ability to match the substrate orbital. It must have the ability to match the substrate orbital. Substrate orbital match ചെയ്യുന്ന orbital ആർക്ക് വേണം? Central metal വേണം. Organometallic compound central metal വേണം. Okay. അപ്പോൾ നമുക്ക് പറയാം, for example, if a substrate is an alkenes, then this means that the metal must have an empty orbital capable of forming sigma donation from the alkenes and a filled orbital capable of pi back donation to alkenes. ഇപ്പോൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആൽക്കീനാണ് ലിഗാൻഡായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ആൽക്കീൻ നിർബന്ധമായിട്ട് സിഗ്മ ഡൊണേഷൻ, സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നതാണ് നമുക്കറിയാം. ലിഗാൻഡിൽ നിന്ന് മെറ്റലിലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ആ സിഗ്മ ആക്സെപ്റ്റ് ചെയ്യാൻ മെറ്റൽ നിർബന്ധമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഓർബിറ്റൽ വേണം. അതുപോലെ തന്നെ മെറ്റൽ നിർബന്ധമായിട്ടൊരു പൈ ബാക്ക് ഡൊണേഷൻ ബോണ്ടിങ്ങിന് വേണ്ട ഓർബിറ്റലും വേണം. അപ്പോൾ ഇത് മാച്ച് ചെയ്യുകയാണെങ്കിൽ അത്തരം ലിഗാൻഡ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും ligand to metal sigma bond and metal to ligand pi bond. അപ്പോൾ ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഓർബിറ്റൽസ് ആർക്ക് വേണം? മെറ്റലിന് വേണം. ഓക്കെ. ദ മെറ്റൽസ് മെയിൻ ആയിട്ട് ഇത്തരം കാറ്റലറ്റിക് റൂള് ഫംഗ്ഷൻ വഴിക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫംഗ്ഷൻ കാറ്റലറ്റിക് റൂള് ഉള്ള മെറ്റൽ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയൺ, റോഡിയം, ഇറിഡിയം, കോബാൾട്ട്, ഓക്കെ, കോബാൾട്ട്, നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം എക്സെട്ര, നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം എക്സെട്ര. അപ്പോൾ ഇത്തരം മെറ്റലാണ് പൊതുവെ ഈ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിൽ കാറ്റലറ്റിക് ഫംഗ്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും മെറ്റൽസ് അയൺ, റുഥേനിയം, റോഡിയം, അയൺ, ruthenium, rhodium, osmium, cobalt, iridium, nickel, palladium, platinum meet all these requirements most effectively. As consequences, the most versatile catalysts come from this group of metals. ഇത്തരം മെറ്റൽസ് ആണ് കാറ്റലറ്റിക് റോൾ വഹിക്കുന്ന മെറ്റൽസ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹൈഡ്രോജനേഷൻ ഓഫ് ഒലിഫിൻ. ഫസ്റ്റ് കാറ്റലറ്റിക് സൈക്കിളാണ് ഈ ഹൈഡ്രോജനേഷൻ ഓഫ് ഒലിഫിൻ. അപ്പോൾ ഹൈഡ്രോജനേഷൻ ഓഫ് ഒലിഫിൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്? ഒലിഫിൻ ഡബിൾ ബോണ്ടിനെ ഹൈഡ്രോജനേറ്റ് ചെയ്യുക, ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ടിനെ ഹൈഡ്രോജനേറ്റ് ചെയ്തിട്ട് സിംഗിൾ ബോണ്ട് ആക്കി മാറ്റും. ഇത്തരം റിയാക്ഷനാണ് നമ്മൾ ഹൈഡ്രോജനേഷൻ എന്ന് പറയുക. അപ്പോൾ ഹൈഡ്രോജനേഷൻ ഓഫ് ഒലിഫിനെ ഹൈഡ്രോജനേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് നമുക്ക് ഫസ്റ്റ് കാറ്റലറ്റിക്. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് കാറ്റലറ്റിക് സൈക്കിളായിട്ടാണ് റിയാക്ഷൻ നോക്കുക. അപ്പോൾ മോർ ദാൻ 2 or 3 സ്റ്റെപ്സ് വരുന്നതുകൊണ്ടാണ്, മൾട്ടി സ്റ്റെപ്പ് വരുന്നതുകൊണ്ട് ഇവിടെ കാറ്റലറ്റിക് ലൂപ്പായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ എൻഡ് ചെയ്യുന്ന രീതിയിലുള്ള മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻസ് ആണ് ഇവിടെ അധികം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് റിയാക്ഷൻ ഹൈഡ്രോജനേഷൻ ഓഫ് ഒലിഫിൻ. അപ്പോൾ ഹൈഡ്രോജനേഷൻ ഓഫ് ഒലിഫിൻ ഈസ് എ റിയാക്ഷൻ ഓഫ് മേജർ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻസ് ബീങ് യൂസ്ഡ് ഇൻ ദ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രി ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. അപ്പോൾ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിലും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലും മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് ഈ ഹൈഡ്രോജനേഷൻ ഓഫ് olefins. Okay, pharmaceutical industries where the preparation of drug often involve the hydrogenation of specific double bond. പ്രധാനമായിട്ട് ഈ ഇന്നറിലുള്ള ഡബിൾ ബോണ്ട് അതുപോലെ തന്നെ ഈ സർഫസിലുള്ള ഡബിൾ ബോണ്ടൊക്കെ ഹൈഡ്രോജനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഈ ഒരു ഹൈഡ്രോജനേഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് ഫോർ ദ ഹൈഡ്രോജനേഷൻ ഓഫ് സ്പെസിഫിക് ഡബിൾ ബോണ്ട് ഇൻ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് സെവറൽ ഡബിൾ ബോണ്ട്സ് ദാറ്റ് ദ സെർച്ച് ഓഫ് for a new or more efficient and above all more selective catalyst have been most vigorous. അപ്പോൾ സെലക്റ്റീവ് ആയിട്ട് ഹൈഡ്രോജനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. വൺ വെരി സക്സസ്ഫുൾ കാറ്റലിസ്റ്റ് ഫോർ ദിസ് പ്രോസസ് ഈസ് റോഡിയം ClPPH. റോഡിയം ClPPH.
PPHC thrice. ഇപ്പോൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് ആണ് റോഡിയം ClPPH3 thrice. This is an effective catalyst for the hydrogenation of olefin. Okay, ഇതിനെ പറയുന്ന പേരാണ് chloride trice phenyl phosphine rhodium 1. റോഡിയത്തിൻ്റെ ഇവിടെ ഓക്സിജൻ സ്റ്റേറ്റ് 1 ആണ്. This is an effective homogeneous catalyst in solution of aromatic hydrocarbons such as benzene and toluene. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ഹോമോജനസ് കാറ്റലിസ്റ്റ് പറയാൻ വിട്ടുപോയി. രണ്ട് ടൈപ്പ് കാറ്റലിസിസ് ഉണ്ട്, ഹോമോജനസ് കാറ്റലിസിസ് ഉണ്ട്, ഹെട്രോജനസ് കാറ്റലിസിസ് ഉണ്ട്. ഹോമോജനസ് എന്ന് പറയുമ്പോൾ സെയിം ഫേസിൽ നടക്കുന്ന റിയാക്ഷനാണ്. നമ്മൾ റിയാക്ടറും പ്രൊഡക്റ്റും സെയിം ഫേസ് ആണെങ്കിൽ ഹോമോജനസ് കാറ്റലിസിസ് എന്ന് പറയും. ഡിഫറെൻറ്റ് ഫേസ് ആണെങ്കിൽ ഹെട്രോജനസ് കാറ്റലിസിസ് എന്ന് പറയും. അപ്പോൾ ഹോമോജനസ് കാറ്റലിസ്റ്റിലെ എക്സാമ്പിൾ ആണ് ഹൈഡ്രോജനേഷൻ ഓഫ് olefin. ഈ ഹെട്രോജനേഷൻ നമ്മൾ വേറെ പറയും, ആ സമയത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് അവിടെ പറയും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എൻ എഫക്റ്റീവ് കോമ്പൗണ്ട്സ് effective homogeneous catalyst in solution of aromatic hydrocarbons such as benzene and toluene. Okay, then as it is very often happens with the important discoveries, this particular catalyst was discovered independently by two groups and now almost universally referred as Wilkinson's catalyst. ഈ കാറ്റലിസ്റ്റ് പറഞ്ഞ പേരാണ് Wilkinson's catalyst. അപ്പോൾ ഇതിൻ്റെ നെറ്റ് റിയാക്ഷൻ നമുക്ക് നോക്കാം. This is the net reaction. See, okay, see, in RHCl PPH3 thrice in benzene C6H6 we will get okay plus H. This is the hydrogenation of olefin. Here we used rhodium chloro trice phenyl phosphine rhodium 1 catalyst. ഇങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാൻ പറ്റും, ഈ ഹൈഡ്രോജനേഷൻ ഓഫ് ഒലിഫിൻ്റെ ഒരു സം ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഈ കാറ്റലിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. വിൽക്കിൻസൺ കാറ്റലിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നു. ഓക്കെ, an ideal hydrogenation catalyst should be capable of catalyzing hydrogenation at or near atmospheric pressure and room temperature. ഒരു ഐഡിയൽ കാറ്റലിസ്റ്റ് ആണെങ്കിൽ പൊതുവെ നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും റൂം ടെമ്പറേച്ചറിലും കാറ്റലിസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് നമുക്ക് വേണമെങ്കിൽ ഐഡിയൽ കാറ്റലിസ്റ്റ് എന്ന് പറയാൻ പറ്റും. This is because it eliminates the need of expensive vessels capable of withstanding high pressure and high temperature. അപ്പോൾ അത്തരം ഒരു കാറ്റലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഹൈ പ്രഷറിനെയും ഹൈ ടെമ്പറേച്ചറിനെയും വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഈ വെസലൊക്കെ ഒഴിവാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഒരു ഐഡിയൽ കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ റൂം ടെമ്പറേച്ചറിലും റൂം പ്രഷറിലും അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും കാറ്റലിറ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് നമുക്ക് ഐഡിയൽ കാറ്റലിസ്റ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എന്ത് പറ്റും എന്ന് വെച്ചാൽ റൂം ടെമ്പറേച്ചറിൽ വേണമെങ്കിൽ ഇതിന് കാറ്റലിറ്റിക് ഫംഗ്ഷൻ ഭംഗിയായിട്ട് നിർവഹിക്കാൻ പറ്റും. അപ്പോൾ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഇൻ ദിസ് റെസ്പെക്ട് this catalyst is remarkably effective because the hydrogenation of isolated double bonds or triple bonds takes place at atmospheric pressure and at room temperature. These applications of Wilkinson's catalyst are important in pharmaceutical industries for making specific drug in spite of the high cost of the catalyst. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഐഡിയൽ നാച്ചുറൽ ഈ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് വരുന്നതാണ് ഈ ഒരു വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റിൻ്റെ ഹൈലൈറ്റ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ പറയാൻ പറ്റും. പ്രിപ്പറേഷൻ ഓഫ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഈ റോഡിയം കാറ്റലിസ്റ്റ് RHCl PPH3 thrice നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ റെഡ് വയലറ്റ് കളേർഡ് കോമ്പൗണ്ട് ഈസ് പ്രിപ്പയർഡ് ബൈ റിഫ്ലക്സിംഗ് എത്തനോളിക് RHCl3 3H2O വിത്ത് എക്സസ് ഓഫ് PPH3. അപ്പോൾ ഈ RHCl3 3H2O PPH3 നമ്മൾ റിഫ്ലക്സ് ചെയ്തിട്ട് we will get the Wilkinson's catalyst. Okay, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റോൾ ഓഫ് റോഡിയം മെറ്റൽ ഇൻ കാറ്റലിറ്റിക് പ്രോസസ്. ഈ ഒരു കാറ്റലിറ്റിക് പ്രോസസ്സിൽ ഈ റോഡിയം മെറ്റൽസിൻ്റെ റോൾ എന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ദ റോൾ ഓഫ് മെറ്റൽ ഇൻ കാറ്റലിറ്റിക് പ്രോസസ് ഈസ് 3-fold. ഒരു മൂന്ന് ഫംഗ്ഷനാണ് മെയിനായിട്ട് റോഡിയത്തിന് വരുന്നത്. Firstly, the metal provide a low energy path for the cleaving HH bond in H2. Firstly, a low energy pathway for cleaving the HH bond. First നമ്മൾ HH bond break ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ വരുന്നത് ആർക്കാണ്? ഈ മെറ്റലിനാണ്. Secondly, the metals coordinate with the alkene, thereby weakening the bonding between the carbon atoms. അപ്പോൾ കാർബൺ ആറ്റംസിലെ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഫംഗ്ഷൻ നിർവഹിക്കുന്നവരാണ് ഈ മെറ്റലാണ്. എന്താ പറഞ്ഞത്?
The metal coordinates with alkenes, thereby weakening the bonding between the carbon atom. Thirdly, the metal provide a mechanism for transferring the two hydrogen fragments to the alkenes carbon atoms, yielding alkenes. മൂന്നാമത് ഈ ഹൈഡ്രജൻ ആറ്റത്തിനെ ആൽക്കീനിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ട് ആൽക്കീൻ ആക്കുന്ന ഫംഗ്ഷനും വരുന്നത് ഫംഗ്ഷനിങ് റോളും ആർക്കാണ്? റോഡിയത്തിനാണ്. ഓക്കെ, ഇത് നമ്മൾ പറയാൻ പോകുന്നത് ദ മെക്കാനിസം ഓഫ് ഹൈഡ്രോജനേഷൻ ഓഫ് ഒലിഫിൻ യൂസിങ് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. ഇനി ഇതിന്റെ മെക്കാനിസം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓൺ പാസിംഗ് ഹൈഡ്രോജൻ ഇൻ ടു എ സൊല്യൂഷൻ ഓഫ് കാറ്റലിസ്റ്റ് ഇൻ ബെൻസീൻ ഫോളോഡ് ബൈ അഡീഷൻ ഓഫ് ഒലിഫിൻ ദ ആൽക്കീൻ ഈസ് ഫോംഡ്. ദ ആൽക്കൈൻ ഈസ് ഫോംഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈഡ്രോജനേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഈ കാറ്റലിറ്റിക് സൊല്യൂഷനിലേക്ക് ബെൻസീനിൽ എടുത്തിട്ടുള്ള കാറ്റലിറ്റിക് സൊല്യൂഷനിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യും ആൻഡ് ഫോളോഡ് ബൈ ദ അഡീഷൻ ഓഫ് ആൽക്കീനും ഒലിഫിനും, അല്ലെങ്കിൽ ഏതാണോ നമുക്ക് ഹൈഡ്രോജനേറ്റ് ചെയ്യേണ്ട ആ ഒലിഫിനും നമുക്ക് ആഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ കാറ്റലിറ്റിക് ലൂപ്പാണ്. അപ്പോൾ ഈ ലൂപ്പ് വരച്ചതിന് ശേഷം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഈ കാറ്റലിറ്റിക് ലൂപ്പ് നോക്കുക. ഫസ്റ്റ് റോഡിയം Cl PPH3 ത്രൈസ്. അപ്പോൾ ഈ PPH3 പകരം ഞാൻ L കണ്ടിട്ടുണ്ട്. L ഈസ് ഈക്വൽ ടു PPH3. അപ്പോൾ നമുക്ക് നമ്മൾ കാറ്റലിറ്റിക് ലൂപ്പ് നോക്കുക. ഈസ് എ കാറ്റലിറ്റിക് ലൂപ്പ്. അപ്പോൾ എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ എൻഡ് ചെയ്യും. ഇപ്പോൾ ഓരോ സ്റ്റെപ്പ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ സ്റ്റെപ്പ് നോക്കുക. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന റോഡിയം Cl PPH3 ത്രൈസ്. അപ്പോൾ ഈ PPH3ക്ക് പകരം ഞാൻ L നോട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ S മീൻസ് സോൾവെന്റ് മോളിക്യൂൾസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന റോഡിയം Cl PPH3. ആ ഫസ്റ്റിൽ റിവേഴ്സിബിൾ ലോസ് ഓഫ് ലിഗാൻഡ്, ഒരു L മീൻസ് PPH3 ലോസ് ചെയ്യുന്നു. അപ്പോൾ ആ പ്ലേസിൽ ഒരു സോൾവെന്റ് മോളിക്യൂൾ വരും. അപ്പോൾ വി വിൽ ഗെറ്റ് എ കോംപ്ലക്സ് ലൈക്ക് ദിസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് പറയാൻ പറ്റും സ്റ്റെപ്പ് 1 എന്താ? റിവേഴ്സിബിൾ ലോസ് ഓഫ് PPH3 molecules. We will get RH Cl S PPH3 twice. In step 2 എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിഡേറ്റീവ് അഡീഷൻ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ എല്ലിനെ റീപ്ലേസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെറിക്കൽ ഹിൻഡ്രൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലിനെ PPH3 റീപ്ലേസ് ചെയ്യുന്നത്. ദെൻ സ്റ്റെപ്പ് 2 എന്താണ്? സ്റ്റെപ്പ് 2 ഈസ് ദ ഓക്സിഡേറ്റീവ് അഡീഷൻ ലീഡിങ് ടു എ 5 കോർഡിനേറ്റഡ് സ്പീഷീസ്. അപ്പോൾ നോക്കുക, ഓക്സിഡേറ്റീവ് അഡീഷൻ ഓഫ് H2 ടു എ 4 കോർഡിനേറ്റഡ് സ്പീഷീസ്. ഇത് 4 കോർഡിനേറ്റഡ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. കോർഡിനേഷൻ നമ്പർ 4 ആണ്. അതിലേക്കാണ് നമുക്ക് H2 ആഡ് ചെയ്യുന്നത്. അപ്പോൾ 4 കോർഡിനേറ്റ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? 5 കോർഡിനേറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ ഇത് ആക്ച്വലി 4 കോർഡിനേറ്റഡ് എന്ന് പറയുമ്പോൾ ഒന്ന് സോൾവെന്റ് മോളിക്യൂൾ ആണ്. അപ്പോൾ ശരിക്കും സോൾവെന്റ് മോളിക്യൂളെ കൺസിഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ കോർഡിനേഷൻ നമ്പർ 3 ആണ്. 3 എന്നാണ് എന്തായിട്ട് മാറുന്നത്? 5 ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഓക്സിഡേറ്റീവ് അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിഡേഷൻ വിത്തൗട്ട് സോൾവെന്റ് മോളിക്യൂളെ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ കോർഡിനേഷൻ നമ്പർ 3 ആണ്. അപ്പോൾ അതിലേക്കാണ് H2 ആഡ് ചെയ്തിട്ട് 3 to 5 ആവുന്നത്. അതുകൊണ്ടാണ് അതിന് ഓക്സിഡേറ്റീവ് അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിഡേറ്റീവ് അഡീഷൻ ലീഡിങ് ടു ദ ഫോർമേഷൻ ഓഫ് എ 5 കോർഡിനേറ്റഡ് സ്പീഷീസ്. ദിസ് ഈസ് ദ 5 coordinated species RH Cl H2S L2, in which oxidized state of rhodium is +1 to +3. Okay, raised from +1 state to +3 state. This step is known as oxidative addition. The coordination number of the central metal ion is increased from actually 4 to 5. 4 to 5 ആണ്, actually 3 to 5 ആണ്. സോൾവെന്റും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 4 to 5. അപ്പോൾ H2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 H molecules. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഓക്സിഡേറ്റീവ് അഡീഷൻ. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്താണ്? തേർഡ് സ്റ്റെപ്പ് നമുക്ക് ഇനി ആൽക്കീനാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, ഈ ഒലിഫിൻ ആഡ് ചെയ്യണം. ഇപ്പോൾ ഒലിഫിൻ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റും. സ്റ്റെപ്പ് 3 ഇൻവോൾവ് ദ കോർഡിനേഷൻ ഓഫ് ആൽക്കീൻസ് to the potential vacant site on a 5 coordinated dihydro complex to form a 6 coordinated complex. അപ്പോൾ ഈ 5 coordinated ആയിട്ടുള്ള unsaturated metal സ്പീഷീസിലേക്ക് ആൽക്കീൻ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 കോർഡിനേറ്റഡ് സാച്ചുറേറ്റഡ് 6 കോർഡിനേറ്റഡ് ആവും. പൊതുവേ വിൽക്കിൻസൺ കാറ്റലിസ്റ്റിന് സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് 6 ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ അൺസാച്ചുറേറ്റഡ്. അൺസാച്ചുറേറ്റഡിലേക്കാണ് ഈ ആൽക്കീൻ കോർഡിനേറ്റ് ചെയ്തിട്ട് we will get a 6 coordinated saturated species. In this step the metal has not only weakened the alkene bond, double bond by coordination, but also brought the alkenes and the hydrogen atoms into close proximity. അപ്പോൾ ആക്ച്വലി ഇവിടെ നടക്കുന്നത് വെച്ചാൽ ആൽക്കീൻ ഇതിലേക്ക് കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ആൽക്കീനും ഹൈഡ്രജനും കൂടി ഒന്നിച്ച് വരാനൊരു
ഒരു സാധ്യതയും കൂടി ഇവിടെ വരുന്നുണ്ട്. ആൽക്കീനും ഹൈഡ്രജനും ഒന്നിച്ച് വന്നെങ്കിൽ ഇവിടെ എന്ത് നടക്കാൻ സാധ്യതയുള്ളൂ? ആൽക്കീൻ ഇൻസേർഷൻ ഇവിടെ നടക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 3 കഴിഞ്ഞ് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 ഈസ് ഇക്വൽ ടു എന്താണ്? ഈ ആൽക്കീന് കോർഡിനേറ്റ് ചെയ്ത ആൽക്കീന് ഈ ഹൈഡ്രജൻ RH ബോണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഈ ആൽക്കീൻ RH ബോണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ആൽക്കീൻ ഇൻസേർഷൻ. അപ്പോൾ ഈ H ഇവിടെ എത്തിയിട്ടുണ്ടാവും, ഫസ്റ്റ് സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് കാർബൺ RH-ലേക്ക് കോർഡിനേറ്റ് ചെയ്യും, സെക്കൻഡ് കാർബണിലേക്ക് H പോകും. അപ്പോൾ we will get this type complex. അപ്പം this hydrogen insert in between CC bond. So നമുക്ക് പറയാൻ പറ്റും step 4 is an insertion reaction. It involves the insertion of olefin into metal hydrogen bonds to give a alkyl derivative. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് alkyl insertion. Then step ഈ ഒരു സ്റ്റെപ്പ് നോക്കുക. ഈ സ്റ്റെപ്പിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഈ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു H മാറിയിട്ട് ഇവിടെ നോക്കുക, ഈ H ആൽക്കീനിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഈ 6 കോർഡിനേറ്റഡ് 5 കോർഡിനേറ്റ് ആവും. 5 കോർഡിനേറ്റഡ് വീണ്ടും 6 കോർഡിനേറ്റഡ് ആവാൻ വേണ്ടി സോൾവെന്റ് മോളിക്യൂളിന് ആഡ് ചെയ്യും. അപ്പോൾ ഈ 5 കോർഡിനേറ്റഡ് വീണ്ടും 6 കോർഡിനേറ്റഡ് ആവും. അതാണ് ഈ സ്റ്റെപ്പ്. ഇവിടെ നമ്മൾ സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് again a alkene insertion. This alkene insert in between RH bond. One more alkene insertion. Okay, അപ്പോൾ ഈ സ്റ്റെപ്പിൽ ഒരു ആൽക്കീൻ ഇൻസേർഷൻ കൂടി നടക്കും. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. എന്താണ് കൂടെ നടക്കുന്ന റിയാക്ഷൻ? റിഡക്റ്റീവ് എലിമിനേഷൻ. അപ്പോൾ ഈ CHഉം Hഉം കൂടി CHH ആയിട്ട് ആൽക്കീനായിട്ട് ഒന്ന് റിമൂവ് ചെയ്യും. ആൽക്കീനായിട്ട് റിമൂവ് ചെയ്യുന്ന അതേ സമയം തന്നെ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ഈ 6 കോർഡിനേറ്റഡുകൾ 4 കോർഡിനേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ സമ്മ ഇത് പറയാൻ പറ്റും. ഈ സ്റ്റെപ്പിലേക്ക് പോകുന്നത് എന്താണ്? ഇറ്റ്സ് എ റിഡക്റ്റീവ് എലിമിനേഷൻ. ഇവിടെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +3 ആയിരുന്നു, ഇവിടെ എത്തുന്ന സമയത്ത് +1 ആണ്. കോർഡിനേഷൻ നമ്പർ 6 ആയിരുന്നു, ഇവിടെ എത്തുന്ന സമയത്ത് 4 ആയി. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള റിഡക്റ്റീവ് എലിമിനേഷൻ കണ്ടീഷൻ എന്താണ്? കോർഡിനേഷൻ നമ്പർ ഈസ് ഡിക്രീസ്ഡ് ഫ്രം 6 to 4 and oxidation state decreased from +3 to +1. Okay, അപ്പോൾ ആ രണ്ട് കണ്ടീഷൻ നോക്കിയാണ് നമുക്ക് we will get alkenes. Okay, അപ്പോൾ നമുക്ക് step 5 is the reductive elimination step. The metal is reduced from +3 state to +1 state and the coordination number of the center metal is decreased from 6 to 4. In this step, the product alkene is formed. The third role of the catalyst, namely the transfer of hydrogen fragment to alkene, yielding the product of alkene achieved in this 4th and 5th step. ഇപ്പോൾ രണ്ട് ആൽക്കീൻ ഇൻസേർഷൻ നടക്കുന്നതുകൊണ്ട് കൂടെ തന്നെ ഒരു റിഡക്റ്റീവ് എലിമിനേഷൻ കൂടി നടന്നിട്ട് നമുക്ക് we will get alkenes. ഇതാണ് ഈ കാറ്റലിറ്റിക് ലൂപ്പ്. അപ്പോൾ കാറ്റലിറ്റിക് ലൂപ്പ് നോക്കുക, നിങ്ങൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ എൻഡ് ചെയ്യും. ഇപ്പോൾ ഈ ടൈപ്പ് മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ആയിരിക്കും ഈ ഓർഗാനോമെറ്റാലിക് കാറ്റലിസിസ് നമ്മൾ പഠിക്കുന്ന അധിക റിയാക്ഷൻസ്. ഇനി റിയാക്ഷൻ്റെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് ഓർ അഡ്വാൻറ്റേജ് ഓഫ് ഹൈഡ്രോജനേഷൻ ഓഫ് ഒലിഫിൻ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും കമ്പയർഡ് വിത്ത് ദ ഓൾഡർ പ്രോസസ് വിച്ച് വാസ് ലൈക്ക്വൈസ് ഹോമോജിനസ് കാറ്റലിസ്റ്റ് ആൻഡ് മാർക്ക്ഡ് ബൈ ഹൈ റിയാക്ഷൻ ടെമ്പറേച്ചർ ഓഫ് അബൌട്ട് 250°C and by pressure around 750 atmosphere. This new process operates under considerably milder reaction condition. അപ്പോൾ ഓൾഡർ പ്രോസസ്സിൽ 250°C 750 atmosphere പ്രഷർ ഒക്കെ വേണ്ടിയിരുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മൈൽഡർ കണ്ടീഷൻ, ഏകദേശം ലോ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും നമുക്കിത് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ പറയാൻ പറ്റും ഇറ്റ് ഈസ് പോസിബിൾ ടു സെലക്റ്റീവ്ലി ഹൈഡ്രോജനേറ്റ് ബയോളജിക്കലി ആക്റ്റീവ് സബ്സ്ട്രേറ്റ്സ് സച്ച് ആസ് steroids. The value of this catalyst is based upon the fact that the hydrogen are transferred specifically to the cis position. cis positionലേക്ക് സ്പെസിഫിക് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ വേണ്ടി ഇതെന്താണ്? The value of this catalyst is based upon the fact that the hydrogens are transferred specifically to the cis position. പൊസിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് റിയാക്ഷൻ നടത്താനും ഈ ഒരു കാറ്റലിസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ പറയാൻ പറ്റും നമുക്ക് എന്താണ്? ദിസ് കാറ്റലിസ്റ്റ് ഈസ് സ്പെസിഫിക്കലി ഫോർ ദ ഹൈഡ്രോജനേഷൻ ഓഫ് ടെർമിനൽ ഒലിഫീൻസ് ഡ്യൂ ടു ദ സ്റ്റെറിക് റേസർ. പൊതുവെ ടെർമിനൽ ഒലിഫീനെ ഹൈഡ്രോജനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുക. കാരണം എന്താണ്? ഈ PPHDൻ്റെ സ്റ്റെറിക് ഹിൻഡ്രൻസ് കാരണം ഇന്റേണൽ ആയിട്ടുള്ള ഒലിഫീൻ നമുക്ക് പൊതുവെ ഹൈഡ്രോജനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് പ്രോസസ്. ഈ പ്രോസസ്സിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീയിങ് സൊല്യൂബിൾ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോമോജിനസ് കാറ്റലിസ്റ്റ് ആണ്. ഹോമോജിനസ് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏത് ഫേസിലാണോ റിയാക്ടൻ്റ് അതേ
ഫേസ് തന്നെ ആയിരിക്കും കാറ്റലിസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലാണ് റിയാക്ടൻ്റ് എന്നുണ്ടെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും ആരുണ്ടാവുക, കാറ്റലിസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എൻഡിൽ എന്തായിരിക്കുക, പ്രൊഡക്റ്റ് ലിക്വിഡ് ഫേസിലാണെങ്കിൽ കാറ്റലിസ്റ്റും ലിക്വിഡ് ഫേസിലായിരിക്കും. അപ്പോൾ ആ ലിക്വിഡ് ഫേസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യമാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, being soluble catalyst, it cannot be removed easily at the end of the reaction by simple filtrations. Due to this imperfect separation of alkane and rhodium complex at the end of hydrogenation, rhodium is lost in practice through the catalytic cycle shows the no loss of rhodium. Okay, the separation of the catalyst at the end of the reaction is a major problem and is one of the reasons why industries have been unwilling to adopt homogeneous catalyst more widely. Okay, then another disadvantage എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ because of the high cost of rhodium and high cost of converting into Wilkinson's catalyst, this process is highly expensive. ഈ റോഡിയം കാറ്റലിസ്റ്റിലെ റോഡിയത്തിന് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സും കുറച്ച് എക്സ്പെൻസീവ്. ഇത്രയാണ് ഈ ഹൈഡ്രോജനേഷൻ ഓഫ് ഒലിഫിൻ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.